ഞാനിന്ന് കിടക്കത്തില്ല കേട്ടോ. കിടക്കണ്ട എന്റെ പൊന്നിരമേ, നീ കിടക്കരുത്. ഞാൻ കിടക്കത്തില്ല. നേറ്റ് വന്ന് അറിയില്ല. ഞാൻ പറയാൻ മറന്നു പോയി. എന്ത് പരിപാടി? അല്ല, ലോണിന് പൈസ അടയ്ക്കാൻ ഗിരിജയുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ? പോയി. എടീ, ഗിരിജയുടെ വീട്ടിൽ കിടക്കച്ചേ. ഞാൻ നോക്കിക്കോളാം. ഏറ്റു വരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോണ്ടല്ലോ ഗിരിജയുടെ വീട്ടിൽ രോഗം നിൽക്കുന്നു. പതിവില്ലാതെ എനിക്ക് എന്തോ പന്തിയോട് തോന്നി. ഒരു ചെറിയ സംശയം. ഞാൻ അവനോട് ചോദിച്ചു, എന്താ ചോദിച്ചു? എന്തോടെ രോഗം ഇവിടെ നിൽക്കുന്നേന്ന്. അവൻ ഉടനെ പറയുവാ, ഗിരിജയ്ക്ക് കറണ്ട് അടിച്ച് കൃത്രിമ ശ്വാസം കൊടുക്കാൻ വേണ്ടി ഓടി വന്നിയാന്ന് അവൻ ആ ജീവൻ രക്ഷിച്ചെന്ന്. അല്ല, അതിനെന്താ ഒരു കൃത്രിമ ശ്വാസം കൊടുത്ത് ജീവൻ അവൻ രക്ഷിച്ചില്ലോടി. അതിന് നിനക്കെന്തോ ഇത്ര ദീനവനാ? വയറിങ് പോലും വലിക്കാതെ അവളുടെ വീട്ടിൽ നിന്നോ. കേട്ടോ, ഞാൻ അവിടെ വയറിങ് ചെയ്തിട്ടില്ല, കൃത്രിമ ശ്വാസം കൊടുത്തെന്ന. അല്ലടി, ഇതുപോലൊരു അവസ്ഥ എനിക്ക് പണ്ടുണ്ടായിട്ടോ. അതപ്പൊ കൃത്രിമ ശ്വാസമല്ല, ശ്വാസം വിട്ടത് എന്തോ കൃത്രിമമായിരുന്നു.